ഇനി ഇങ്ങനെ പോയാൽ പോരാ. ഇവന്റെ ചീട്ടുകളെയും കള്ളുകൂടി അവസാനിപ്പിച്ചേ പറ്റൂ. അതൊക്കെ ഞാൻ എന്നേ നിർത്തിയച്ചാ. എന്നോടാണ് പറയുന്നത്. ഇപ്പൊ അങ്ങനെ കുടിയൊന്നും ഇല്ലച്ചാ. ആ എന്തെങ്കിലും ആട്ടെ. ഞാനൊരു നല്ല കാര്യം പറഞ്ഞാ നീ അനുസരിക്കോ? അത് കൊള്ളാം. അച്ഛൻ പറഞ്ഞ ഞാൻ അനുസരിക്കാതിരിക്കും. അതില്ല. അപ്പൊ അനുസരണയുള്ള എൻ്റെ മോൻ ഈ കൊല്ലം മാലയിട്ട് ശബരിമലയ്ക്ക് പോണം. മണ്ഡലകാലം തുടങ്ങാൻ പോവല്ലേ. ഇതുവരെ ഉള്ളത് എല്ലാം നമുക്ക് മറക്കാം. മനസ്സും ശരീരവും ദൈവത്തിങ്കിൽ അർപ്പിച്ച് 41 ദിവസത്തെ വ്രതം. നന്മയുണ്ടാകും. അച്ചടക്കമുള്ള ജീവിതം എങ്ങനെയെന്ന് നീ മനസ്സിലാക്കും. അതെ, നല്ലതാ. മാലയിടാം. അടുത്ത കൊല്ലം. അടുത്ത കൊല്ലോ? അല്ല, ഇതിപ്പോ പെട്ടെന്നല്ലല്ലോ. മാലയിടാൻ ഇനി 5-6 ദിവസമുണ്ട്. അല്ലച്ച, ഒരു തയ്യാറെടുപ്പ് വേണമല്ലോ. എന്തിന്? നിന്നോട് ഗുസ്തി പിടിക്കാനല്ലല്ലോ മാഷ ആവശ്യപ്പെട്ടത്. അച്ചടക്കം നമ്മുടെ മനസ്സിലല്ലേ ഉണ്ടാവേണ്ടത്. ഒരു കാര്യം ഞാൻ വാക്ക് തരാം. ഇന്നു മുതൽ ഞാൻ അച്ചടക്കമുള്ളവനായിരിക്കും. ആ അച്ചടക്കം നിന്റെ കയ്യിൽ വെച്ചാൽ മതി. മാല ഇട്ടിട്ടുള്ള അച്ചടക്കം മതി. എന്താ വിജയേട്ട മാലേട്ട? നല്ലതല്ലേ? അച്ഛൻ പറയുന്ന അനുസരിച്ചൂടെ? ഇതിപ്പോ 41 ദിവസത്തെ